രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമലയിൽ സന്ദർശനം നടത്തും. പത്തനംതിട്ട പ്രമാടത്തെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചു. ശേഷം പ്രത്യേക ഗൂർഖ വാഹനത്തിൽ 11:50 സന്നിധാനത്തെത്തും. രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് പ്രവേശനമില്ല. വിവരങ്ങളുമായി പ്രസാദ് എം ചേരുന്നു. പ്രസാദ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നാണ് ശബരിമല സന്ദർശിക്കുന്നത്. പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിലുള്ളത്. ഗതാഗതമൊക്കെ നിയന്ത്രണ വിധേയമായോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഷ്ട്രപതി നമ്മൾ അറിയിച്ചതിനേക്കാൾ നേരത്തെയാണ് പ്രമാടത്ത് എത്തിയത്. കാരണം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നേരത്തെ തീരുമാനിച്ചത് നിലയ്ക്കലിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുവാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി രാഷ്ട്രപതിയുടെ കാലാവസ്ഥ നിലയ്ക്കലിലെ മോശമായതിനാൽ നമ്മുടെ പത്തനംതിട്ട നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഇത് മാറ്റുകയായിരുന്നു. അവിടെ താൽക്കാലികമായി 3 ഹെലിപ്പാഡുകൾ ഇന്നലെ രാത്രി തന്നെ പോലീസിന്റെയും മറ്റു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി ഈ നേരത്തെ നിശ്ചയിച്ചിരുന്ന നിലയ്ക്കൽ നിന്നും മാറ്റി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അത് നേരത്തെ നിശ്ചയിച്ച 8:30 തന്നെ രാഷ്ട്രപതി എത്തി. ആദ്യം 3 ഹെലികോപ്റ്ററുകളാണ് എത്തിയത്. 2 ഹെലികോപ്റ്ററുകൾ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും 3ാമത്തത് രാഷ്ട്രപതിയുടെയും ഹെലികോപ്റ്ററാണ് എത്തിയത്. രാഷ്ട്രപതി സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്തെങ്കിലും വാഹനത്തിലേക്ക് കയറിയതിനു ശേഷം രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്റർ അല്പം ചരിഞ്ഞത് ആശങ്കപ്പെടുത്തി. കാരണം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ 3 ഹെലിപ്പാഡുകൾ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഒരുക്കിയത്. അപ്പൊ അത് കുറയ്ക്കാനുള്ള താമസം കൊണ്ട് അതിശക്തമായ പ്രത്യേക വായുസേനയുടെ അത്യാധുനിക ഹെലികോപ്റ്ററിലാണ് ലാൻഡ് ചെയ്തുകൊണ്ട് ആ സമ്മർദ്ദം താങ്ങാതെ ഈ കോൺക്രീറ്റ് പാളി ഇളകിയത് എന്നാണ് ഒരു ആശയം ജനിപ്പിക്കുന്നത്. അതൊരു സുരക്ഷാ വീഴ്ചയായിട്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് കോന്നിയിലേക്ക് കാറുമാർഗം ആ കോന്നി വഴി സന്നിധാന പമ്പയിലേക്ക് രാഷ്ട്രപതി ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ കഴിയുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ പമ്പയിലുള്ള ഗസ്റ്റ് ഹൗസിൽ രാഷ്ട്രപതി വിശ്രമിക്കുകയാണ്. അവിടെ നിന്നും പമ്പാ സ്നാനം കഴിഞ്ഞ് പമ്പ ഗണപതി കോവിലിൽ ഇരുമുടി നിറച്ച് പ്രത്യേകമുള്ള ഗൂർഖ റെജിമെന്റിന്റെ ജീപ്പിലേക്ക് 6 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇന്ന് ഒരു കാരണവശാലും തീർത്ഥാടകരെ രാഷ്ട്രപതി ഇറങ്ങുന്നവരെയും നമ്മുടെ സന്നിധാനത്തോ പമ്പയിലോ ഒന്നും അനുവദിക്കുകയില്ല. 18ാം പടി ചവിട്ടി ശ്രീകോവിൽ എത്തുമ്പോഴത്തേക്കിന് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള തന്ത്രി മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കും. പ്രത്യേകിച്ച് വി ഗിരിക്ക് ശേഷം സന്നിധാനത്തെത്തുന്ന 2ാമത്തെ രാഷ്ട്രപതി എന്ന ഒരു ഖ്യാതി കൂടി ദ്രൗപദി മുർമുവിന് നേടിയിട്ടുണ്ട്. തുടർന്ന് ഉച്ചപൂജയ്ക്കാണ് രാഷ്ട്രപതി ഭഗവാനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുമ്പോൾ ദേവസ്വം ബോർഡും സർക്കാരിന്റെ ഉപകാരമായി ചിന്മുദ്ര അണിഞ്ഞിട്ടുള്ള ഭഗവാന്റെ പ്ലാവുതടിയിൽ തീർത്ത ഒരു ശില്പവും ശാസ്താവിന്റെ ശില്പം കൂടി കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചപൂജ കണ്ട ശേഷം 3:30 രാഷ്ട്രപതി മലയിറങ്ങി പമ്പയിലെ അവിടെ നിന്നും പ്രമാടത്ത് തിരിച്ചു പോകാനാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അരുണിമ. പ്രസാദ്, രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് പ്രവേശനമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ എത്തിയ തീർത്ഥാടകരെ തിരിച്ചയക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? അതല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായ എന്തെങ്കിലും ഏർപ്പാട് നൽകിയിട്ടുണ്ടോ അധികൃതർ? ഇന്നലെ തന്നെ 12,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജില്ലാ ഭരണകൂടവും ദേവസ്വം ബോർഡും അനുവദിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ അവിടെ പമ്പയിലും സന്നിധാനത്തുള്ള ഗസ്റ്റ് ഹൗസുകളിലും പൊതുമരാമത്തിന്റെ മറ്റും മൃഗങ്ങളെ താമസിപ്പിക്കുന്നവരെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഒരു കാരണവശാലും ഭക്തരെ രാഷ്ട്രപതി പോകുന്നതും വരെ കടത്തിവിടില്ല. ഇന്ന് രാഷ്ട്രപതി പോയതിനു ശേഷം വൈകുന്നേരത്തെ ബാക്കി ദീപാരാധനയും പൂജയ്ക്ക് ശേഷം തുലാമാസ പൂജകൾ കഴിഞ്ഞതിന് ശേഷം നട അടയ്ക്കുന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത മാസമാണ് വൃശ്ചികത്തിന് 2.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശബരിമല മകര മണ്ഡലവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നതും. അരുണിമ. ശരി, വ്യക്തമാണ് പ്രസാദ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നാണ് ശബരിമല സന്ദർശനം നടത്തുന്നത്. പത്തനംതിട്ട പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ശേഷം പ്രത്യേക ഗൂർഖ വാഹനത്തിൽ 11:50 സന്നിധാനത്തെത്തും. രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് പ്രവേശനമില്ല. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജിയാണ്.